നമസ്കാരം, ഞാൻ പവിത്ര. ഞാൻ ജീവൻ. കോട്ടയം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്ന്. നാടും നഗരവും ആഘോഷത്തിന്റെയും ഭക്തിയുടെയും കൊടുമുടിയിലേറിയ ദിനങ്ങൾ. മീനച്ചൂടിനെ പോലും വകവയ്ക്കാതെ എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളും ഒത്തുചേർന്ന തിരുനക്കര ഉത്സവം. പവിത്ര പറഞ്ഞ വാക്ക് ഒത്തുചേരലുകളും കൂടിച്ചേരലുകളും വിലക്കപ്പെട്ടിരുന്ന കാലം മാറി നല്ല നാളുകൾ വന്നതിന്റെ ശുഭസൂചനയായിരുന്നു ഇത്തവണത്തെ തിരുനക്കര ഉത്സവം. ആദ്യ ദിവസത്തെ കൊടിയേറ്റ് മുതൽ അവസാന ദിനത്തിലെ ആറാട്ട് വരെയുള്ള വൻ ജനപങ്കാളിത്തം ഇത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു. കഴിഞ്ഞ 10 ദിവസമായി നീണ്ടുനിന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചിരിക്കുന്നു. അണിനിരുന്ന കരിവീരന്മാരും കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച വാദ്യമേളങ്ങളും അലങ്കാര ദീപങ്ങളുടെ പ്രഭയും ആയിരങ്ങളുടെ കണ്ണും കാതും മനവും നിറച്ച തിരുനക്കരയപ്പന്റെ പ്രസാദമായിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായ പകൽപൂരത്തിന്റെയും അതിനോടനുബന്ധിച്ച് നടന്ന ആറാട്ടിന്റെയും ചടങ്ങുകളെക്കുറിച്ച് വിശദമാക്കുകയാണ് ഇവിടെ. 2 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം തിരുനക്കര മൈതാനത്തിൽ ആനയും അമ്പാരിയും ഒക്കെയാണ്. അവിടെ ഓരോ മണൽത്തരിയും ഉത്സവ ആഘോഷത്തിലാണ്. ആഘോഷത്തിമിർപ്പിൽ 2 വർഷത്തിനു ശേഷം ഉത്സവം കൊടിയേറി. ഭക്തിക്കൊപ്പം കൂടിച്ചേരലുകളും മനസ്സു തുറന്നുള്ള സന്തോഷവും എല്ലാം നൽകുകയായിരുന്നു ഇത്തവണത്തെ ഉത്സവം. കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനക്കര അമ്പലത്തിലെ ഉത്സവം നൽകിയത് നാടും നഗരവും ആവേശത്തിന്റെ കൊടുമുടിയിലേറിയ ദിവസങ്ങളായിരുന്നു. പതിനഞ്ച് വർഷമായിട്ട് തിരുനക്കരയപ്പൻ്റെ അനുഗ്രഹത്താൽ ഈ മണ്ണിൽ പൂരം വളരെ ഗംഭീരമായിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ ലോകം മുഴുവനും ഒരു അസുഖം വന്നതിൻ്റെ പേരിൽ, കോവിഡ് വ്യാപിച്ചതിൻ്റെ പേരിൽ എല്ലാവരും മാറ്റിവെച്ചതുപോലെ നമ്മളും ഒന്ന് മാറ്റിവെച്ചു എന്നുള്ളതേ ഉള്ളൂ. തിരിച്ചു വരാനായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹം തന്നു. അനുഗ്രഹം തന്നതിൻ്റെ പേരിൽ ഗംഭീരമായിട്ട് ഇവിടെ എല്ലാവരും ചേർന്ന് തിരുനക്കര മണ്ണിലുള്ള കുത്തിയിരിക്കുന്ന സകല ഭക്തജനങ്ങളും ഒരേ മനസ്സോടുകൂടി ചേർന്ന് ഈ ഉത്സവം വളരെ ഗംഭീരമാക്കി മാറ്റി. ഇത്രയും അധികം ജനപങ്കാളിത്തം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന് കൈവരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അമ്പലത്തിന്റെ ചരിത്ര പ്രാധാന്യം. തെക്കങ്കൂർ രാജാവ് 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്നതനുസരിച്ച് തെക്കങ്കൂർ രാജാവിനുണ്ടായ സ്വപ്നമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ആധാരമായത്. രാജാവിൻ്റെ തീരുമാനപ്രകാരം പണികഴിപ്പിച്ച ക്ഷേത്രം 4 ഗോപുരങ്ങളും മാളികയും കൂത്തമ്പലവും അടങ്ങുന്നതാണ്. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവം കോട്ടയം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. തിരുനക്കരയിലെ ഉത്സവങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോവിഡ് മഹാമാരി കാരണം 2 വർഷക്കാലം ആഘോഷിക്കാൻ കഴിയാതിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഉത്സവത്തെ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ ജനപങ്കാളിത്തം. ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ച് ജീവിത വരുമാനം കണ്ടെത്തിയിരുന്ന ഒരു വിഭാഗം ചെറുകിട കച്ചവടക്കാർക്ക് ഇപ്പോഴും പറയാനുള്ളത് നിരാശയും സങ്കടവും മാത്രം. കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ ഉത്സവമാണ് പൂരവും. കച്ചവട സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കച്ചവടം അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ പകുതി പോലും ഇത്തവണ വരാൻ സാധിച്ചിട്ടില്ല. പുതുമോടിയിൽ പ്രതാപത്തോടെ ഉത്സവം അരങ്ങേറുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് അവിസ്മരണീയമാണ് ഇത്തവണത്തെ തിരുനക്കര പൂരം. അഴകിൻ്റെ വർണ്ണോത്സവം 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പൂരപ്രേമികളുടെ മനം നിറച്ചു. തിങ്ങി നിറഞ്ഞ 10,000ങ്ങളെ സാക്ഷിയായി 22 ഗജവീരന്മാർ തലയുയർത്തി നിന്നു. മേളപ്രേമികളിൽ ആവേശമുയർത്തി 111 മേളക്കാർ ചേർന്നൊരുക്കിയ പഞ്ചാരി മേളത്തിന് പ്രമാണിത്വം വഹിച്ച് നടൻ ജയറാം.
മാർച്ച് 23-ന് സൂര്യൻ മറഞ്ഞത് തിരുനക്കര ഇതുവരെ കാണാത്ത കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു. തിരുനക്കരയിലെ ആറാട്ട്. പള്ളിവെട്ട് എഴുന്നള്ളിപ്പിന് ശേഷം ഭഗവാനെ പശുകിടാവിനെ കാണിച്ച് ഉണർത്തിയ ശേഷം രാവിലെ 7-ന് ആറാട്ടിനായി പുറപ്പെടും. 3 ആനകളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ്. കൊടിമരച്ചൂട്ടിൽ മാത്രമാണ് പറവപ്പുള്ളത്. തിരിച്ചെഴുന്നള്ളിപ്പ് സമയത്ത് ആറാട്ട് വഴിയിലെ പറയെടുക്കും. അമ്പലക്കടവ് ക്ഷേത്രത്തിലാണ് ആറാട്ട് ഉത്സവത്തിന്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്നത്. അമ്പലക്കടവ് ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളുമ്പോൾ വലിയ ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ജനങ്ങൾ ആറാട്ടിനെ വരവേൽക്കുന്നത്. ജാതിമതഭേദമന്യേ എന്ന പതിവ് വാചകം ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ആറാട്ട് വരവേൽപ്പിന്റെ ഭാഗമായി എല്ലാ മതത്തിൽപ്പെട്ട വ്യക്തികളും കുടുംബങ്ങളും ആറാട്ടിൽ പങ്കെടുക്കുന്നതുകൊണ്ടും അതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കുന്നതുകൊണ്ടുമാണ്. പലതരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, ദീപാലങ്കാരങ്ങൾ ഇവയെല്ലാം കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഉത്സവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിവിധ തരം കലകൾ, ജനങ്ങളുടെ ഒത്തുചേരൽ ഇവയെല്ലാം ആനന്ദത്തിൻ്റെ പരകോടിയിൽ നാട്ടുകാരെ എത്തിക്കുന്നു. നാടിൻ്റെ സംസ്കാരം ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിലും വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളിലും സമരസപ്പെട്ട് കിടക്കുന്നു. നാടിൻ്റെ പുരോഗതിക്കും മനുഷ്യൻ്റെ സന്തോഷത്തിനും ഇവയെല്ലാം അത്യന്താപേക്ഷിതമാണ്. വർണ്ണപ്രഭയിൽ അണിഞ്ഞൊരുങ്ങിയ തിരുനക്കര മൈതാനത്ത് പകൽപൂരം എത്തിയപ്പോൾ താളമായി പഞ്ചാരിമേളം. ഇത്തവണ ആവേശത്തിമിർപ്പിൽ മേളത്തിന് പ്രമാണിത്വം വഹിച്ചത് മറ്റാരുമല്ല, പ്രശസ്ത ചലച്ചിത്ര താരം ജയറാമാണ്. ഒപ്പം 111 കലാകാരന്മാർ കാഴ്ചവെച്ച പഞ്ചാരിമേളം പകൽപൂരത്തിന് മാറ്റേകി. ആനപ്രേമികളെ ആവേശത്തിലാഴ്ത്തി തിരുനക്കര ശിവൻ ഉൾപ്പെടെ 22 ഗജവീരന്മാർ അണിനിരുന്നത് പൂരനഗരിയെ കാതടപ്പിക്കുന്ന കരഘോഷത്തിലാഴ്ത്തി. മീനച്ചൂടിൽ തിരുനക്കര ക്ഷേത്ര മൈതാനം ജനസാഗരമാക്കി പൂരം കൊട്ടിക്കയറി. കഴിഞ്ഞ 2 വർഷം ഉത്സവം ക്ഷേത്ര ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. പൂരം ഇത്തവണ കോവിഡിന്റെ കെട്ടുപൊട്ടിച്ച് മൈതാനത്തിലിറങ്ങി. ജനക്കൂട്ടം നിയന്ത്രിക്കാൻ വലിയ തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രോപദേശക സമിതിയും പോലീസും ഒരുക്കിയത്. തിരക്കു കൂടി തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയും വടം കെട്ടിയും സുരക്ഷ തീർത്തു. സായാഹ്ന സൂര്യന്റെ സാന്നിധ്യത്തിൽ കിഴക്കൻ ചേരുവാരത്തിലും പടിഞ്ഞാറൻ ചേരുവാരത്തിലും അണിനിരക്കാനായി ചിറക്കൽ കാളിദാസൻ, ചൈത്രം അച്ചു, ചിറക്കാട്ടയ്യപ്പൻ തുടങ്ങി 22 ഗജവീരന്മാർ തിരുനടയിലൂടെ ഇറങ്ങിത്തുടങ്ങി. പുരുഷാരത്തിന്റെ ആർപ്പുവിളിയിൽ ആവേശം കൊണ്ട് പാപ്പാന്മാരുടെ അനുസരണയ്ക്കൊത്ത് കരിവീരന്മാർ ചിഹ്നം വിളിച്ചു. തിരുനക്കര ശിവൻ ഇറങ്ങി വരുന്ന കാഴ്ച കാണാനായി ജനക്കൂട്ടം ആവേശത്തിരക്കിലായിരുന്നു. ഉത്സവച്ചൂടിലേക്ക് 15 വർഷങ്ങൾക്ക് ശേഷം ആർപ്പുവിളികളോടെ തിരുനക്കര ശിവൻ തിടമ്പുമായെത്തി. ഇത്തവണ നേരത്തെ മതപ്പാട് മാറിയ ശിവൻ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടെയാണ് എഴുന്നള്ളത്തിനെത്തിയത്. 101 പവന്റെ തങ്കത്തിടമ്പാണ് ശിവൻ തന്റെ മസ്തകത്തിലേറ്റിയത്. 56-ാം വയസ്സിലും അതീവ പ്രൗഢിയോടെയാണ് ശിവൻ തിടമ്പുമായി തല ഉയർത്തി നടയിറങ്ങിയത്. കിഴക്കൻ ചേരുവാരത്തിൽ ബാഹുബലി സിനിമയിൽ അഭിനയിച്ച ചിറക്കൽ കാളിദാസൻ ദേവിയുടെ തിടമ്പേറ്റിയപ്പോൾ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തിരുനക്കര ശിവൻ തിടമ്പുമായി നിന്നു. കിഴക്കും പടിഞ്ഞാറുമായി 22 ഗജവീരന്മാരാണ് ആലവട്ടവും വെഞ്ചാമരവുമായി നെറ്റിപ്പട്ടമേന്തി അണിനിരന്നത്. വൈകാതെ തന്നെ ആൾത്തറയ്ക്ക് സമീപം മേളത്തിന്റെ ആരവമുയർന്നു. ആവേശത്തിരയിളക്കി നടൻ ജയറാമിന്റെ നേതൃത്വത്തിൽ 111 വാദ്യമേള കലാകാരന്മാരുടെ പഞ്ചാരിമേളം പൂരത്തിന് മാറ്റേകി. സഹകരണ മന്ത്രി VN വാസവൻ, സിനിമാ സീരിയൽ താരം ജയൻ ചേർത്തല എന്നിവർ മേളം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ജനങ്ങൾ ബാരിക്കേഡ് മറിച്ചിടാതിരിക്കാനായി പോലീസ് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ജയറാമും സംഘവും കാണികളുടെ ആർപ്പുവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു. ഒപ്പം മേളം കൊഴുക്കുന്നതിനനുസരിച്ച് പൂരപ്രേമികളുടെ ആവേശവും കൂടി. രാത്രിയായതോടെ ജനത്തിരക്ക് വർദ്ധിച്ചു. ദീപാലങ്കാരത്തിന്റെ അകമ്പടിയിൽ നെറ്റിപ്പട്ടമേന്തിയ ഗജവീരന്മാർ പൂരത്തിന്റെ ഭംഗി കൂട്ടി. മൈതാനവും ക്ഷേത്ര പരിസരവും രാത്രിയായതോടെ പ്രകാശപൂരിതമായി. ജനത്തിരക്ക് വർദ്ധിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു മരക്കൊമ്പിൽ കയറിയിരുന്ന് മേളത്തിന് താളം പിടിക്കുന്ന പൂരപ്രേമി പകൽപൂരത്തിന്റെ വേറിട്ട കാഴ്ചയായി മാറി. പൂരനഗരിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ചിന്തിക്കടകൾ. തിരുനക്കര ക്ഷേത്ര മൈതാനം ഉത്സവാഘോഷങ്ങൾക്കായി ഒരുങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് കച്ചവടക്കാർ. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇവർ.
തൊട്ടാൽ പൊള്ളുന്ന പൊരിവെയിലും തിരുനക്കര പൂരാവേശത്തിനു മുന്നിൽ മുട്ടുമടക്കി. തിരുനക്കരയപ്പനെ തൊഴാൻ ആയിരങ്ങൾ എത്തുന്നതോടെ ആവേശത്തിമിർപ്പിലേക്ക് മാറുകയാണ് ഈ ഉത്സവകാലം. കോവിഡ് കാരണം 2 വർഷം ചടങ്ങുകൾ മാത്രമായി നടന്ന പൂരം ഇത്തവണ വമ്പിച്ച ആഘോഷങ്ങളോടെ പൂരപ്രേമികളുടെ കണ്ണും കാതും നിറയ്ക്കുമ്പോൾ ചിന്തിക്കടകളുമായി എത്തിയ കച്ചവടക്കാരും ആശ്വാസം കണ്ടെത്തുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഉത്സവങ്ങൾ നടക്കാതിരുന്നതിനാൽ ഉപജീവനമാർഗം നിലച്ച കച്ചവടക്കാർ ഇത്തവണ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കും വിധമുള്ള സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വളകളും മാലകളുമെല്ലാമായി ആഭരണ കച്ചവടം ഒരു ഭാഗത്ത് പൊടി പൊടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ്, കലം തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വൻ ശേഖരവുമുണ്ട്. കളിപ്പാട്ടങ്ങളും ബലൂണുകളുമായി എത്തിയ അന്യസംസ്ഥാന കച്ചവടക്കാർ ക്ഷേത്രമൈതാനത്ത് കുട്ടികളെ ആഘോഷഭരിതരാക്കുമ്പോൾ മനസ്സു നിറയുന്ന മറ്റൊരു ഉത്സവകാലം കൂടി സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് പൂരപ്രേമികൾ. കളിപ്പാവകളോടാണ് കുട്ടികൾക്ക് പ്രിയമെങ്കിൽ അലങ്കാര വസ്തുക്കളും മറ്റ് ഗ്രഹോപകരണങ്ങളുമാണ് മുതിർന്നവരെ ആകർഷിക്കുന്നത്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ 100 കണക്കിന് കടകളാണ് ക്ഷേത്രമൈതാനത്ത് ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്സവങ്ങളെയും പെരുന്നാളുകളെയും മുന്നിൽ കണ്ടു വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗശൂന്യമായത് വലിയ കടക്കെണിയിലാണ് മിക്കവരെയും എത്തിച്ചത്. കോവിഡ് സൃഷ്ടിച്ച ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ജാതിമത വ്യത്യാസമില്ലാതെ ആയിരങ്ങളാണ് ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുക. ഈ ആൾക്കൂട്ടം കച്ചവടക്കാർക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. പൂരനഗരിയിലെ മറ്റൊരു പ്രധാന ആകർഷണമായി മാറിയത് ഒരു കൂട്ടം യുവാക്കളുടെ പായസക്കട എന്ന സംരംഭമാണ്. പാലടപ്രഥമനും പാൽപ്പായസവുമെല്ലാമായി 15ലധികം പായസ രുചിഭേദങ്ങൾ ആളുകൾ ഏറ്റെടുത്തു. ആറാട്ടിനൊരുങ്ങുന്ന ക്ഷേത്ര പശ്ചാത്തലം കണ്ട് മനസ്സ് നിറഞ്ഞു മടങ്ങുന്നവർക്ക് ആവോളം ആസ്വദിക്കാൻ പലഹാരക്കടകളും പൂരനഗരിയിൽ സജീവമാണ്. പൂരം തിരിച്ചുകൊണ്ടുവന്ന സന്തോഷത്തിൽ മതിമറക്കുന്ന മനുഷ്യരൊക്കെയും മനസ്സു നിറയുന്ന കാഴ്ചകളാകുമ്പോൾ മലയാളിയുടെ തനതു പൂരാവേശത്തിന്റെ കൊടുമുടി കയറുകയാണ് കോട്ടയം നഗരം. കോവിഡ് സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥകളെ അതിജീവിച്ച് പ്രതീക്ഷയുടെ പുതിയ നാളുകളെ വരവേൽക്കുക കൂടിയാണ് ഈ പൂരം. ഉത്സവത്തിന്റെ ഭാഗമായി ഒട്ടേറെ കടകൾ വന്നിട്ടുണ്ടെങ്കിലും ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നത് എന്തായിരിക്കും? അത് തീർച്ചയായിട്ടും ഭക്ഷണ സ്റ്റാളുകളാണ്. അതെ, നാവിൽ വെള്ളമൂറുന്ന ഒട്ടേറെ വിഭവങ്ങൾ തിരുനക്കരയിൽ നിരന്നു കഴിഞ്ഞു. ഉത്സവപ്പറമ്പുകൾ പൂർണ്ണവും പൊലിമയുള്ളതുമാകണോ? പല വർണ്ണങ്ങളിൽ പല രുചികളിൽ കൊതിയൂറുന്ന പലഹാരങ്ങൾ വേണം. കോട്ടയത്ത് തിരുനക്കര പൂരപ്പറമ്പിൽ നിരന്നത് ഇത്തരം നിരവധി പലഹാരക്കടകൾ. ആവി പൊങ്ങുന്ന ഉള്ളിവടകൾക്കൊപ്പം മധുരം തുളുമ്പുന്ന പലതരം പായസങ്ങൾ, പിന്നെ പല നിറത്തിൽ ഹൽവ. എണ്ണിയാലൊടുങ്ങാത്ത വിഭവങ്ങളാണ് തിരുനക്കരയിൽ മേളത്തിനും താളത്തിനും അകമ്പടി എന്ന പോൽ എത്തിയത്. അതൊക്കെ അടുക്കി വച്ചതിനും ഒരു ചന്തമുണ്ട്. കാണാനും വാങ്ങാനും കഴിക്കാനുമൊക്കെ നിരവധി പേരാണ് പലഹാരക്കടകളെ തേടിയെത്തിയത്. മീനമാസത്തിലെ സൂര്യനെ സാക്ഷി നിർത്തി 10 നാൾ നീണ്ടു നിൽക്കുന്ന തിരുനക്കര പൂരത്തിന് ആളുമനക്കവും നൽകി കച്ചവടക്കാരെത്തുമ്പോൾ അവരിൽ നല്ല പങ്ക് പലഹാരം വിൽക്കുന്നവരാണ്. മധുരത്തിനും മാവിനുമൊപ്പം പതിവും പാരമ്പര്യവും ചേരുവകളാക്കി കാച്ചിക്കുറുക്കിയെടുക്കുന്ന ഇവരിലേറെയും സ്ത്രീകളാണ്. നാടൻ ചെറുകടികളുമായാണ് മോനിച്ചൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിഭവങ്ങളുണ്ടിവിടെ. എന്നാലും മൂവാറ്റുപുഴയിലെ ഒരു ബേക്കറിയിൽ നിന്നുള്ളവയ്ക്ക് എണ്ണം കൂടും. ചങ്ങനാശ്ശേരിയിൽ നിന്നെത്തിയ ചൊവ്വും ചന്തവുമുള്ള ഹൽവയ്ക്ക് ആവശ്യക്കാരേറെയാണ്. 30 വർഷമായിട്ട് ഇവിടെ തന്നെ ഈ തിരുനക്കര അപ്പൻ്റെ നടയിൽ വരാറുണ്ട്. ഈ 2 വർഷത്തെ കൊറോണ രോഗം മൂലം വരാതിരുന്നു. ഞങ്ങൾ അപ്പൻ്റെ കാലം തൊട്ട് ഇവിടെയാണ്. പിന്നെ നല്ല ഈ പകൽപ്പൂരം ഗംഭീരമാണ്. ഇത്തവണ കൊടി കയറിയതിൽ നല്ല തിരക്കും നല്ല കാര്യവും ഇതിലാണ് ഇവിടെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തിരുനക്കര പൂരമഹാമഹം തുടങ്ങിയാൽ കോട്ടയത്തെ കാറ്റിനും ഉത്സവ ഛായയാണ്. ആളും മേളവും ആഘോഷവും എല്ലാം കൂടി നഗരത്തിൽ ഇതുവരെ കാണാത്ത ഊർജം നിറയുന്നു. കോവിഡ് 2 വർഷം മുടക്കിയ ഉത്സവം തിരിച്ചു വന്നപ്പോൾ എങ്ങും സന്തോഷം ചാലിച്ചു ചേർത്ത മുഖങ്ങളാണ്. അവർ താളം പിടിക്കുന്നു, മേളം ആസ്വദിക്കുന്നു, ഭക്ഷണം രുചിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്സവപ്പറമ്പിൽ അലഞ്ഞു തിരിയുന്നു. അടുത്ത ഉത്സവത്തിന് കാണാമെന്ന് പറഞ്ഞ് കൈവീശി പിരിയുന്നു. പ്രാഞ്ജുൽ സിംഗിനൊപ്പം തിരുനക്കരയിൽ നിന്നും മാളവിക എസ്, മാസ്കോം ന്യൂസ്.
അമ്പലത്തിൽ വരുന്ന ഒട്ടുമിക്കവരെയും ആകർഷിക്കാൻ ഭക്ഷണ സ്റ്റാളുകൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ കുട്ടികളെ ആകർഷിക്കുന്നത് എന്തായിരിക്കും? അത് തീർച്ചയായും കളിപ്പാട്ടങ്ങൾ തന്നെയാണ്. കുട്ടികളെ ആകർഷിക്കാൻ തക്കവണ്ണമുള്ള പലവിധ കളിപ്പാട്ടങ്ങൾ അവിടെ നിരന്നു കഴിഞ്ഞു. 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും തിരുനക്കര മഹാദേവ ക്ഷേത്രോത്സവം കോട്ടയത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ്. 10 ഉത്സവ ദിനങ്ങളിലും ക്ഷേത്രത്തിൽ ദർശനത്തിനും ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാനും ആയിരങ്ങളാണ് എത്തുന്നത്. ഈ ആഘോഷപ്പൊലിമയിലൊന്നും കണ്ണോടിക്കാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ അച്ഛനമ്മമാരുടെ കൈപിടിച്ച് നീങ്ങുന്ന കൊച്ചു കുട്ടികളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? സംശയം വേണ്ട, ഉത്സവപ്പറമ്പിൽ നിരത്തിവച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ തന്നെ. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിച്ച വിവിധ നിറങ്ങളിലും ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഈ കളിപ്പാവകളിൽ മയങ്ങിയ കുട്ടികൾ മാതാപിതാക്കളെ വലിച്ചോണ്ടു പോകുന്നത് അങ്ങോട്ടേക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രദർശനമൊക്കെ പിന്നെയാണ്. മതപരമായ ക്ഷേത്രങ്ങളിൽ പോകുന്നവരിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾ മതത്താൽ വിഭജിക്കപ്പെടാത്ത കളിപ്പാട്ടങ്ങളുമായി സ്വയം ബന്ധിപ്പിക്കുന്നു. അമ്പലത്തിനെക്കാട്ടിലും എനിക്ക് ഇവിടുത്തെ ടോയ്സ് ആണ് കൂടുതലും ഇഷ്ടം. കളിപ്പാട്ടങ്ങളെപ്പോലെ തന്നെ കുട്ടികൾക്കും ജാതിയും മതവുമില്ല. ഭക്തിക്കും അപ്പുറമാണ് കുട്ടികൾക്ക് ഇവയോടുള്ള ആകർഷണീയത. ഞാനിങ്ങനെ അമ്പലങ്ങളിലും പള്ളികളിലുമാണ് എൻ്റെ കച്ചവടം, അല്ല വേറെ സ്ഥിരമായിട്ടുള്ളതല്ല. വേറെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു അമ്പലത്തിലായിരിക്കും. കടക്കാർക്ക് ഇതറിയാമെന്നുള്ളതുകൊണ്ട് ഇത്തവണ ഉത്സവപ്പറമ്പിൽ 10-ലേറെ സ്റ്റാളുകളാണ് കളിപ്പാവകൾ വിൽക്കുന്നത്. പാവകൾക്ക് കുട്ടികളെ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് ഈ വ്യാപാരികളുടെ ഉപജീവനത്തിന്റെ രഹസ്യം. കളിപ്പാട്ട വ്യാപാരികൾക്ക് ഇതറിയാം. അതുകൊണ്ട് അവർ മുടങ്ങാതെ ഉത്സവപ്പറമ്പുകളിലെത്തുന്നു. തിരുനക്കരയിലും ഇത്രയേറെ സ്റ്റാളുകൾ കളിപ്പാവകൾക്കായി നീക്കിവെച്ചതിൽ അതിശയിക്കാനാവില്ല. കുട്ടികൾക്ക് കളിപ്പാവകൾ എന്ന പോലെ എല്ലാ പ്രായക്കാരെയും ഉത്സവത്തിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരിനമുണ്ട്. നിറവും മണവും നിറയ്ക്കുന്ന പൂക്കളാണവ. 100,000 പൂക്കൾ ഒന്നിച്ചു ചേർത്ത് ചുവപ്പും ഓറഞ്ചും വെള്ളയും മഞ്ഞയുമെല്ലാം ചാലിച്ച് ക്ഷേത്രത്തിനു വേണ്ടി തീർത്ത പൂമാലകൾ നിരന്തര വർണ്ണക്കാഴ്ചയാണ് ഒരുക്കുന്നത്. ദേവീദേവന്മാർക്കുള്ള പുഷ്പാർച്ചന പുരാതന കാലം മുതലുള്ള ആചാരമാണ്. തിരുനക്കരയിലും അതിന് മാറ്റമില്ല. പുഷ്പവ്യാപാരികളും മാല കെട്ടുന്നവരും ആ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. അവർ രാവും പകലും ഇരുന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത പൂക്കളിൽ നിന്ന് മാലകൾ ഉണ്ടാക്കുന്നു. അവർക്ക് സ്പെസിഫിക് ആയിട്ട് അവർക്ക് ഒരു പൂവില്ല, എല്ലാ പൂവും ഉണ്ട്. കൂടുതൽ നമ്മൾ അമ്പലം കംപ്ലീറ്റ് അലങ്കരിക്കുന്നത്. അതിന് ഇന്ന പൂവെല്ലാം വരും തമിഴ്നാട്, കൃഷ്ണഗിരി, ഹോസൂര്, അവിടെ നിന്നാണ്. പിന്നെ കംപ്ലീറ്റ് നമ്മൾ തന്നെ അലങ്കരിക്കുന്നതല്ല, കംപ്ലീറ്റ് നമ്മൾ അലങ്കരിച്ച് എല്ലാം ചെയ്യണം. ഒരു ദിവസം ഏകദേശം ഒരു 1.5 ടൺ പൂവുണ്ട്. 1.5 ടൺ പൂവിട്ടാണ് കംപ്ലീറ്റ് അലങ്കരിക്കുന്നത്. ജമന്തിയും റോസും പിച്ചിയും മുല്ലയുമെല്ലാം ഉത്സവപ്പറമ്പുകളെ സുഗന്ധപൂരിതമാക്കുന്നു. ഭക്തിക്ക് വിശുദ്ധമായ പരിവേഷമാണ് ഈ പൂക്കൾ നൽകുന്നത്. തിരുനക്കര ഉത്സവം എല്ലാ വിഭാഗങ്ങളിലുള്ളവരുടെയും ആശകൾക്കും അഭിലാഷങ്ങൾക്കും അനുരൂപമാണ്. മതത്തിന് വേർതിരിവുകളില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. മാസ്കോം ന്യൂസിനു വേണ്ടി ക്രിസ്റ്റീൻ ബ്രിൽസിനും സായി ജാൻവിക്കുമൊപ്പം അമിത രാജ്കുമാർ. കണ്ണു നിറയെ കാണാനും കാതു നിറയെ കേൾക്കാനും ഏറെയുണ്ട് തിരുനക്കര പൂരത്തിൽ. കോട്ടയംകാരുടെ മാത്രമല്ല ഈ പൂരം, നാനാദിക്കിൽ നിന്നുള്ളവർ അകമഴിഞ്ഞ് എതിരേൽക്കുകയാണ് തിരുനക്കര പൂരത്തെ. ആനയും അമ്പാരിയും ആറാട്ടും മേളവും മാത്രമല്ല, ഉല്ലാസവും വിനോദവും കൂടിയാണ് ഈ പൂരം. പൂരപ്രേമികളുടെ ആവേശം വാനോളമുയർത്തി ആഘോഷത്തിമിർപ്പിൽ തിരുനക്കര പൂരം. പൂരത്തിന്റെ വർണ്ണപ്രപഞ്ചത്തിലേക്ക് കോട്ടയം തൊഴുതുണരുമ്പോൾ ജനങ്ങൾക്ക് ഉല്ലാസം പകരാൻ തിരുനക്കര മൈതാനം കാർണിവലുമായി ഒരുങ്ങിക്കഴിഞ്ഞു. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 2.5 വർഷത്തിനു ശേഷമാണ് മൈതാനത്ത് കാർണിവൽ സംഘം തിരികെ എത്തിയിരിക്കുന്നത്. കോവിഡ് മൂലം നിലച്ചിരുന്ന ആഘോഷാരവങ്ങൾ തിരികെ എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ജനങ്ങൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലാസത്തിനായി വിവിധ തരത്തിലുള്ള റൈഡുകളാണ് എത്തിയിരിക്കുന്നത്. സാഹസികർക്കായി യന്ത്രയൂഞ്ഞാൽ, കൊളംബസ് റൈഡ്, ഡ്രാഗൺ ട്രെയിൻ, സീറ്റുകൾ തുള്ളിക്കളിക്കുന്ന ബ്രേക്ക് ഡാൻസ് റൈഡ്, കുട്ടികൾക്ക് വെള്ളത്തിലൂടെ ചവിട്ടിപ്പോകാൻ കഴിയുന്ന വാട്ടർ ബോട്ട്, എയർ ബലൂൺ എന്നിവയും കുട്ടികൾക്ക് വേണ്ടി മിനി കാറുകൾ, മിനി ജീപ്പുകൾ എന്നിവയും കാർണിവലിൽ സജ്ജമാണ്. പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് മരണക്കിണറും സജ്ജമാക്കിയിട്ടുണ്ട്. 2 കാറുകളും 3 ബൈക്കുകളും ഒരേ സമയം മരണക്കിണറിൽ ഓടും. മുതിർന്നവരും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് കാർണിവൽ ആസ്വദിക്കുന്നതിനായി തിരുനക്കരയിൽ എത്തിച്ചേർന്നത്.
കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയതിനാലാണ് ഇത്രയും അധികം ആളുകൾക്ക് കാർണിവലിൽ എത്താൻ സാധിച്ചത്. വൈകിട്ട് 6-നാണ് കാർണിവൽ ആരംഭിക്കുന്നത്. 6 മണിക്ക് മുൻപ് തന്നെ തിരുനക്കര മൈതാനം തിങ്ങി നിറയുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. 30 മുതൽ 60 രൂപ വരെയാണ് റൈഡുകളിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക്. ഓരോ റൈഡിൽ കയറുന്നതിനും പ്രത്യേകം ടിക്കറ്റുണ്ട്. കോവിഡ് പ്രതിസന്ധി അയഞ്ഞതോടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് കാർണിവൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് തയ്യാറാക്കിയതെന്ന് കാർണിവൽ മാനേജർ എം ശശികുമാർ പറഞ്ഞു. നാളുകൾക്ക് ശേഷം മടങ്ങിയെത്തിയ തിരുനക്കര പൂരവും കാർണിവലും ജനമനസ്സുകളിൽ പുതിയ പ്രതീക്ഷകളാണ് ഉയർത്തുന്നത്. വരും വർഷങ്ങളിലും ഇതിലും പ്രൗഢഗംഭീരമായി പൂരത്തെ വരവേൽക്കാൻ സാധിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശ്വാസം. മാസ്കോം ന്യൂസിനു വേണ്ടി തിരുനക്കരയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഐശ്വര്യ TS-നൊപ്പം അഞ്ജു മരിയ. ഒരു ഭാഗത്ത് ഉത്സവാഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ മറുഭാഗം ആശങ്കയുടേതാണ്. ജനങ്ങൾ ഉത്സവലഹരിയിൽ മതിമറക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പലതും വിസ്മരിക്കപ്പെടുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അലംഭാവം മറ്റൊരു കോവിഡ് തരംഗത്തിന് വഴിവെച്ചേക്കുമെന്ന ആശങ്കയും ഉയരുകയാണ്. കൊറോണ വ്യാപകമായതിനാൽ 2 വർഷവും നിലച്ചുപോയ തിരുനക്കര ഉത്സവം ഈ വർഷം ജാതിമതഭേദമന്യേ കോട്ടയം മുഴുവൻ ആഘോഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷവും പേരിന് മാത്രമായിരുന്നു ചടങ്ങുകൾ. എന്നാൽ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങളിൽ സംസ്ഥാനത്താകെ സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിലുള്ള മാനദണ്ഡങ്ങളെല്ലാം കർശനമായി പാലിക്കുമെന്നാണ് സംഘാടക സമിതി പറയുന്നത്. എന്നാൽ സ്ഥിതിയോ നേർവിപരീതവും. നല്ലൊരു വിഭാഗത്തിന് മാസ്ക് പോലും കേവലം കാഴ്ചവസ്തുവായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ് തിരുനക്കര ഉത്സവം. അതുകൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനായി മുന്നോട്ടിറങ്ങുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി വഴിയോര കച്ചവടക്കാരും ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തുണ്ടെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇടപെടൽ കാര്യക്ഷമമല്ല. നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചപ്പോഴാണ് കോവിഡിൻ്റെ 2ാം തരംഗവും 3ാം തരംഗവും സംസ്ഥാനത്ത് രൂക്ഷമായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാം. ക്ഷേത്രത്തിനടുത്തുള്ള തിരുനക്കര മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ജനങ്ങൾ. കണ്ടില്ലെന്ന് നടിച്ച് പോലീസും. ഇന്ത്യയിൽ കോവിഡ് ബാധ അതിവേഗം കുറഞ്ഞു വരുന്നത് ഏറെ ആശ്വാസം പകരുമ്പോഴും കൊറോണ വൈറസ് എന്ന വാൾ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വിപത്ത് നമ്മൾ മറക്കുന്നുവെന്നാണ് ഈ ജനക്കൂട്ടം കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വെച്ചേക്കുന്നുണ്ടല്ലോ, ഈ 2 ചെവിയും വേദനയെടുത്തിട്ട് അനക്കാൻ വയ്യ. മനസ്സിലായില്ലേ? ഇത് 24 മണിക്കൂർ ഇട്ടുകൊണ്ട് കിടക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഈ ശ്വാസം വിടാനും പറ്റത്തില്ല. ഈ വിടുന്ന ശ്വാസം തന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ട് വലിച്ചു കയറ്റുന്നത്. പിന്നെ അതിൻ്റെ പുറകെ വരുന്ന അസുഖം അതൊന്നും വേറെയാണ്. ഈ ശ്വാസം മുട്ടുള്ളവരെ തന്നെ ആലോചിച്ച് നോക്ക്. ശ്വാസം മുട്ടുള്ളവരുടെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ഈ മാസ്ക് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ പോലീസുകാരെ പിടിച്ച് പെറ്റി അടിച്ചു കൊടുക്കും. കോവിഡ് മഹാമാരി വിട്ടൊഴിഞ്ഞു പോകുമെന്ന് ആശ്വസിക്കാറായിട്ടില്ലെന്നാണ് ദക്ഷിണ കൊറിയയും ന്യൂസിലൻഡും നൽകുന്ന സൂചന. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്ന ഈ രാജ്യങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ദിവസേന 3 ലക്ഷത്തോളമാണ്. കൊറോണയുടെ പ്രഭവ കേന്ദ്രമായ ചൈനയിൽ വീണ്ടും അടച്ചിടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്ത് 4ാം തരംഗം തീർച്ചയാണ് എന്നാണ് IMA ദേശീയ ടാസ്ക് ഫോഴ്സ് ചെയർമാനായ ഡോക്ടർ രാജീവ് ജയദേവൻ പറയുന്നത്. കോവിഡിൻ്റെ സൈക്കിൾ, ദൈർഘ്യം, ഇടവേള എന്നിവ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല. കോവിഡ് ഒരു ചാക്രിയ രോഗമാണ്. അതായത് വേലിയേറ്റം കഴിഞ്ഞാൽ വേലിയിറങ്ങുന്നത് പോലെ ഭൂമുഖത്ത് നിന്ന് വൈറസ് ഇല്ലാതാകും വരെ ഈ തരംഗങ്ങൾ തുടരും. മഴക്കാലാരംഭത്തോടെ കോവിഡ് 4ാം തരംഗം ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ഈ അഭിപ്രായം നാം ഓർക്കേണ്ടതുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങളുടെ ലംഘനം ഇനിയൊരു തരംഗത്തിന് കൂടി വഴിവെച്ചേക്കാം. നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ച് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുന്നതാണ് നാം ഏവർക്കും നല്ലത്. കോട്ടയത്തു നിന്നും മനു മാത്യുവിനൊപ്പം അക്ഷയ് മോഹൻ, മാസ്കോം ന്യൂസ്. തിരുനക്കരയപ്പൻ പൂർണ്ണപ്രഭയോടെ ആറാടാനെത്തിയപ്പോൾ കണ്ണും കാതും നിറഞ്ഞു വരവേറ്റതിൻ്റെ സന്തോഷത്തിലാണ് കോട്ടയം നഗരം. വരും വർഷത്തിലും ഈ ശോഭയും പ്രഭാപൂരവും നിലനിൽക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും ഉത്സവത്തോട് വിട പറഞ്ഞത്. തിരുനക്കരയുടെ മറ്റൊരു ഉത്സവ കാഴ്ചകൾക്കായി നമുക്കും കാത്തിരിക്കാം.